ചിലപ്പോഴൊക്കെ നമ്മുടെ പണികളും പ്രാഞ്ചിയേട്ടൻ സിനിമയിലെ ട്യൂഷന് ജഗതി വരുമ്പോൾ ആ കൊച്ച് ജഗതിക്കിട്ടൊരു പണി കൊടുക്കണ പോലെ 6 എഴുതുമ്പോൾ 9 പോവും, 9 എഴുതുമ്പോൾ 6 പോവെന്ന് പറഞ്ഞ പോലെ കൈയും കാലും തമ്മിൽ ബാലൻസ് ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ട് കാണിക്കണ പോലെ തന്നെയാണ് നമ്മുടെ പണികളെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് നമ്മുടെ വീട്ടിലത്തെ പണികൾ കഴിഞ്ഞിട്ട് നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ ഗാർഡൻ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ഗാർഡനിങ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറാമെന്ന് വെച്ചാലോ അപ്പം നമ്മുടെ വീട് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ചില അവസരങ്ങളിലെങ്കിലും നമുക്ക് ആ ഒരു വർക്ക് ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. എത്രയൊക്കെ കൊല്ലങ്ങളെടുത്തിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ആക്കി വിചാരിച്ചാലും നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പണികളിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യാമെന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ധാരാളം ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നണത്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇന്ന് എനിക്ക് ഏതാണ്ട് അതുപോലെയുള്ളൊരു ദിവസമായിരുന്നു. അതായത് ഗാർഡനിങ് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഗാർഡനിൽ ചെയ്യാനുള്ള പണി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു 10-25 തരം ചൈനീസ് ബാൾസം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് അറിയാം, ചൈനീസ് ബാൾസം അത്രയും പ്രിയപ്പെട്ടതായിരിക്കും. അപ്പോൾ വിചാരിച്ചു ആദ്യത്തെ ഇമ്പോർട്ടൻസ് നമുക്ക് അവർക്കാണല്ലോ. അപ്പോൾ അതൊക്കെ കട്ടിങ്ങൊക്കെ കുഴിച്ചിടലും നനയ്ക്കലും വെക്കലൊക്കെ കഴിഞ്ഞിട്ടാവാം അടുക്കളയിലത്തെ പണികളും വീട്ടിലേക്കുള്ള ബാക്കി കാര്യങ്ങളും എന്നൊക്കെ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അത് മുഴുവൻ നല്ല രീതിക്ക് വെച്ച് പിടിപ്പിച്ച് ഒക്കെ വന്നപ്പോൾ സമയം കയ്യിൽ നിന്ന് പോയത് അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. നമ്മുടെ ചൈനീസ് ബാൾസം കട്ടിങ്സ് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ലോങ് വീഡിയോ ചാനലിലുണ്ട് കേട്ടോ. രാത്രിക്കും അതിൻ്റേതായ ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ അത് ആസ്വദിച്ച് നിൽക്കാൻ നമ്മുടെ കയ്യിൽ അധികം സമയമില്ല എന്നുള്ളതാണ് പ്രശ്നം.